ഹലോ ഹായ്, നമുക്കിന്ന് ഓഫീസിൽ പോകാനൊന്ന് റെഡി ആയാലോ? Let's start with toner. ഫസ്റ്റ് സ്കിൻ കെയർ, അത് കഴിഞ്ഞിട്ടാണല്ലോ മേക്കപ്പ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് ആദ്യം ടോണർ യൂസ് ചെയ്തു. പ്ലമ്മിൻ്റെ ഒരു ടോണറാണ് യൂസ് ചെയ്തത്. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലിപ് ബാം ഇട്ടിട്ട് നമ്മുടെ പ്ലമ്മിൻ്റെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഈ ഒരു വെതറിലുണ്ടല്ലോ, ഇതൊന്നും പോരാ, എങ്കിലും കുഴപ്പമൊന്നുമില്ല, മാനേജ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നല്ല 2 സൺസ്ക്രീൻ ഇട്ടു കേട്ടോ. ഒന്ന് സൺസ്കൂപ്പും ഒന്ന് മിനിമലിസ്റ്റും. ഇത് ആക്ച്വലി ഒരു ലൈറ്റ് ഫ്ലോയിഡ് കൺസിസ്റ്റൻസിയാണ്. ഇത് അതിലും ലൈറ്റായിട്ടുള്ള ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്. സ്കിന്നിലുണ്ടല്ലോ ഒരുപാട് ക്രീം പോലെ ഇരിക്കുന്നതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള 2 ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള സൺസ്ക്രീൻ ആട്ടോ. സൺസ്കൂപ്പിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ഉണ്ടല്ലോ ഭയങ്കര ലൈറ്റാണ്, അതുപോലെ ഒട്ടും വൈറ്റ് കാസ്റ്റും ഇല്ല. SPF 60 ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മിനിമലിസ്റ്റിൻ്റെ SPF 50 സൺസ്ക്രീന് നല്ലതാണ് കേട്ടോ, നല്ലൊരു ഗ്ലോ തരുന്നുണ്ട്. ഇങ്ങനെ കയ്യിൽ സ്പ്രേ ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ. അങ്ങനെയാണ് അതിൻ്റെ പുറകിൽ എഴുതിയേക്കുന്നത്. നാട്ടിലൊക്കെ ഇടുന്ന പോലെ കുറച്ച് മടി പിടിച്ചൊക്കെ സൺസ്ക്രീൻ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടാനിൻ്റെ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് ഒരാഴ്ച കൊണ്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ കയ്യിലും മുഖത്തും കഴുത്തിലും ഒക്കെ സൺസ്ക്രീൻ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനൊക്കെ കഴിഞ്ഞു, ഇനി മേക്കപ്പാണ്. ഞാനങ്ങനെ റെഗുലറായിട്ട് മേക്കപ്പ് ചെയ്ത് ഓഫീസിൽ പോകുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. സോ അതുകൊണ്ട് എനിക്ക് തോന്നുമ്പോൾ എനിക്കറിയാവുന്ന പോലെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. എന്തായാലും ഫസ്റ്റ് ഞാനൊരു ബനാന പൗഡർ എടുത്തിട്ട് അത് നമ്മുടെ കണ്ണിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കണ്ണെഴുതുമ്പോൾ പെട്ടെന്ന് പടരുന്ന ഒരു പ്രശ്നമുണ്ട്, അത് മാറാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു 3-in-1 പാലറ്റ് ഇല്ലേ, ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഇതിനകത്തുനിന്ന് ബ്ലഷ് ഉണ്ടായിരുന്നു. സോ അത് ജസ്റ്റ് ഞാൻ ഐ ഷാഡോ പോലെ ഇട്ട് കൊടുത്തിട്ട് അത് തന്നെ ഞാൻ ചീക്സിലും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇതിനകത്ത് കോൺടോറിൻ്റെ ഓപ്ഷനുണ്ട്, അതുപോലെ തന്നെ ഹൈലൈറ്റർ ഓപ്ഷനുണ്ട്. സോ ഞാൻ ഈ കോൺടോറിൻ്റെ പൗഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചീക്സിലും അതുപോലെ തന്നെ ജോ ലൈൻ്റെ ആ ഒരു ഭാഗത്തും ഞാൻ ഇട്ട് കൊടുത്തു. ഇതൊന്നും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയല്ല എന്നെനിക്കറിയാം, പക്ഷെ എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നതാണ്, ആരും അനുകരിക്കരുത്. പിന്നെ ഹൈലൈറ്റർ എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ മൂക്കിൻ്റെ പുറത്തും കണ്ണിൻ്റെ ആ ഒരു സൈഡിലും അതുപോലെ ചീക്ക് ബോൺസ് ഇല്ലേ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതൊക്കെ കറക്റ്റാണോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ആ ഒരു ബനാന പൗഡർ ആ ഒരു ടീ സോണില്ലേ അവിടെ കുറച്ച് ഓയിലി പ്രശ്നമുള്ളതുകൊണ്ട് അവിടെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഐലൈനൊക്കെ ചെയ്തിട്ട് ഫേസസ് കാനഡയുടെ ഈ ഒരു ഐബ്രോ പാലറ്റിൽ ബ്രഷ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിപ് ലൈനർ ഒരു ബ്രൗൺ മെറൂൺ പോലത്തെ ഒരു കളറൊക്കെ ആട്ടോ. അത് വെച്ച് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ബോബി ബ്രൗണിൻ്റെ സോഫ്റ്റ് ബെറി ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് 336 ആണ് കേട്ടോ. ലാസ്റ്റ് സ്വിസ് ബ്യൂട്ടിയുടെ നല്ലൊരു മസ്കാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് മേക്കപ്പ് പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.